മാത്ത് ലാംഗ്വേജിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് GCD എന്താണെന്ന് കുറിച്ചാണ്. GCD അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. വാട്ട് ഈസ് GCD എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. GCD is the largest positive integer that can divide two or more integers without a remainder. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ GCD എന്ന് വിളിക്കുമ്പോൾ തരുന്നൊരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. GCD എന്താണെന്ന് ഈ ഡെഫിനിഷൻ നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ആ GCDയുടെ ഫുൾ ഫോം ഒന്ന് വായിച്ചാൽ മതി. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അതായത് രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പം, രണ്ട് ഇൻറ്റീജേഴ്സ് എടുക്കുമ്പം ആ ഇൻറ്റീജേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡിവൈസസ് കാണും. ആ ഡിവൈസസിൽ ഏറ്റവും വലിയ ഡിവൈസർ ആരാണോ അതായിരിക്കും ആ രണ്ട് നമ്പേഴ്സിൻ്റെ GCD. ഡിവൈസർ എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ആദ്യം നോക്കാം. 10 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാമെന്ന് വെച്ചു. 10നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. 10ലും വലുത് 10നെ ഡിവൈഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഏറ്റവും മാക്സിമം 10 ആണ്. 10നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. അതായത് 10 വെച്ച് 10നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. കോഷ്യൻ്റ് എന്ത് വരും? 1 വരും. 1 ടൈം 10 10നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10 ഒരു ഡിവൈസറാണ്. നമുക്ക് താഴോട്ട് നോക്കാം. 9 10നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തേയില്ല. പിന്നെ താഴോട്ട് പോകുന്തോറും ആരാണ് പറ്റുന്നത്? 5 ഉണ്ടല്ലേ. 5 10നെ ഡിവൈഡ് ചെയ്യും. 5 10നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 2 വരും. റിമൈൻഡർ എന്തെങ്കിലും കാണുമോ? ഇല്ല. 2 × 5 10 ആണ്. 10നെ കംപ്ലീറ്റ്ലി 5 ഡിവൈഡ് ചെയ്ത് കളയും. സോ റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് 5 10ൻ്റെ ഒരു ഡിവൈസറാണ്. അടുത്ത താഴോട്ട് വരുമ്പോൾ പിന്നെ ആരാ വരുന്നത്? 2 ഉണ്ടല്ലേ. 2 എന്ന് പറയുന്നത് 10ൻ്റെ ഒരു ഡിവൈസറാണ്. 2 10നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും വിത്തൗട്ട് എനി റിമൈൻഡർ. അതുകൊണ്ട് 2ഉം 10ൻ്റെ ഒരു ഡിവൈസറാണ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 1 ഉണ്ടല്ലേ. 1 എന്ന് പറയുന്നത് ഏതൊരു ഇൻറ്റീജറിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ്. സോ 1 ഒരു ഡിവൈസറാണ് 10ൻ്റെത്. പിന്നെ നമ്മൾ വേറൊരു നമ്പർ എടുക്കാമെന്ന് വെച്ചു. 10 എടുത്തതുപോലെ വേറൊരു നമ്പർ എടുക്കാമെന്ന് വെച്ചു. അതിനും വേറെ ഡിവൈസസ് കാണില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരണമെന്നില്ലല്ലോ. ഒരേപോലത്തതാകണമെന്നില്ല. ചിലപ്പം വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും ഡിവൈസർ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത് ഡിവൈസസ് ആയിട്ട്. എങ്കിൽ ഇവയ്ക്ക് രണ്ടിനും, ഈ നമ്മളെടുത്ത 10നും അതേപോലെ വേറൊരു നമ്പറും എടുത്താൽ അവരുടെ ഡിവൈസസ് വെവ്വേറെ ആയിട്ട് കിട്ടുന്നതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്മൾ ആദ്യം നോക്കും. ഈ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതായിരിക്കും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. GCD ഓഫ് 5 and 10 is 5. നമ്മൾ നേരത്തെ കണ്ടിരുന്നു 10ൻ്റെ ഡിവൈസസ് ആരൊക്കെയാണ്? 1 2 5 10. 5ൻ്റെ ഡിവൈസസ് ആരൊക്കെയാണ്? ആകെ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. എങ്കിൽ 10നും 5നും ഈ കോമൺ ആയിട്ട് വരുന്ന സെയിം ഡിവൈസസ് ആരൊക്കെയാണ്? 5ന് 1 ഉണ്ട്, 10നും 1 ഉണ്ട്. 5ന് 5 ഒരു ഡിവൈസറാണ്, 10നും 5 ഒരു ഡിവൈസറാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട് വരുന്നത്? ഇല്ല. 5ൻ്റെ ഡിവൈസസ് തന്നെ തീർന്നുപോയി. ഈ കോമൺ ആയിട്ട് വരുന്ന ഡിവൈസസ് 1ഉം 5ന് ഏറ്റവും വലുതാരാ? 5. സോ GCD ഓഫ് 5 and 10 is 5. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4ൻ്റെയും 2ൻ്റെയും GCD ആരാണ്? 4ൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യും. 1 ഒരു ഡിവൈസറാ, 2 ഒരു ഡിവൈസറാ, 4 ഒരു ഡിവൈസറാ. 2നോ 1ഉം 2ഉം മാത്രമാണ് ഡിവൈസസ്. ഇവയ്ക്ക് കോമൺ ആരാന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുമല്ലോ. ആരൊക്കെയാണ് കോമൺ ഡിവൈസസ്? 1ഉം 2ഉം. ഇതിൽ ഏറ്റവും വലുത് ആരായിരിക്കും? 2. സോ GCD ഓഫ് 4 and 2 is 2. മൂന്നാമത്തെ എക്സാമ്പിൾ 3യും 7ഉം. 3യുടെ ഡിവൈസസ് 1ഉം 3ഉം മാത്രമാണ്. 7ൻ്റെതോ 1ഉം 7ഉം മാത്രമാണ്. ഇവയ്ക്ക് കോമൺ ആയിട്ട് 3ക്കും 7ഉം ഡിവൈസസ് കോമൺ ആയിട്ട് വരുന്നത് ആര് മാത്രമാണ്? 1 മാത്രമേ ഉള്ളൂ. ആകെ ഒരു 1 ഡിവൈസസ് കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ വലുതാരെന്ന് ചോദിക്കുന്നതിന് പ്രസക്തി ഉണ്ടോ? വലുത് 1 തന്നെയാണ്. എന്തിൻ്റെ? ഈ രണ്ട് നമ്പേഴ്സ്, അതായത് 3യുടെയും 7ൻ്റെയും ഡിവൈസസ് ലിസ്റ്റ് ചെയ്താൽ ആ ഡിവൈസസിൽ കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആകെ ഒരേ ഒരു ഡിവൈസറേ അവർക്ക് കോമൺ ആയിട്ടുള്ളൂ. സോ GCDയും ആ 1 തന്നെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നാൽ ആ നമ്പേഴ്സിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എളുപ്പം GCD കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടിൻ്റെയും കോമൺ ഡിവൈസസ് നോക്കുക. ഓരോ അത്രയും അറിയില്ലെങ്കിൽ ഓരോ നമ്പറിൻ്റെയും ഡിവൈസസ് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവയ്ക്ക് കോമൺ വരുന്നത് നോക്കുക, അതിലേറ്റവും വലുത് നോക്കുക. ഇത് വേറെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതല്ലാതെ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.